Hi guys, welcome back to the channel Smart Study with Tasween. Please do like, subscribe and share with your friends. Today we are doing Sri Narayana Guru Open University's English for Communication first semester paper. So let's discuss Unit 3, 4 skills of communication. Which are the 4 skills of communication? Let's see. ഏതൊക്കെ 4 skills? Reading, listening, speaking, writing. ഇപ്പം നമുക്ക് നോക്കാം ഓരോ സ്കിൽസും എന്താണ്. ലിസണിങ് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് us ആർ ഗുഡ് അറ്റ് ലിസൺ. നമ്മൾ ചിലർ ലിസൺ ചെയ്യാൻ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും അല്ലേ, അതിനെയാണ് അവർ നല്ല ലിസണിങ് സ്കിൽ അവർക്കുണ്ട് എന്ന് പറയാൻ കാരണം. ദർ ഇസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ഹിയറിങ്. ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്? ഹിയറിംഗ് എന്ന് പറയുന്നത് ഇസ് കാഷ്വൽ ആക്ടിവിറ്റി ദാറ്റ് വി ആർ കോൺസ്റ്റൻ്റ്ലി എൻഗേജിങ്. ഹിയറിംഗ് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയാണ് വയ്ക്കുക, നമ്മളത് ചുമ്മാ സംസാരിക്കുന്നത് കേൾക്കുന്നത് തന്നെയാണ് ഹിയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ. വി ഹിയർ ഓൾ ദ സൗണ്ട്സ് ആൻഡ് നോയ്സ് അറൗണ്ട് us. വി ഹിയർ ദ ക്രൈ ഓഫ് ദ ക്രോസ്. നമ്മൾ നമ്മുടെ അടുത്തുള്ള സൗണ്ട്സോ പക്ഷികളുടെ സൗണ്ടോ അതൊക്കെ എന്താണ്? ഹിയറിംഗ് ആണ്. ലിസണിങ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി വിച്ച് നീഡ്സ് അവർ കോൺഷ്യസ് എഫേർട്ട് ആൻഡ് ഇസ് എസെൻഷ്യൽ ഇഫ് വി ആർ ടു എഫിഷ്യൻ്റ്ലി കമ്മ്യൂണിക്കേറ്റ്. പക്ഷേ ലിസണിങ്ങിന് എന്ത് വേണം? നമ്മുടെ കോൺഷ്യസ്നെസ് വേണം. നമ്മൾ എന്താണ് അവർ പറയുന്നത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് അത് ചെയ്യാൻ പറ്റണം. പക്ഷേ ഹിയറിംഗ് അങ്ങനെയല്ല. നമ്മൾ എന്ത് കേൾക്കുന്നോ അതെല്ലാം ഹിയറിംഗ് ആണ്. പക്ഷേ ലിസണിങ് അതിൽ പെടില്ല. If you are talking to a friend and has not paying attention to you, the conversation remains incomplete. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്, പക്ഷേ ആ ഫ്രണ്ട് തിരിച്ച് റിപ്ലൈ ഒന്നും തന്നില്ലെങ്കിൽ അവിടെ എന്താണ്? ഒരു ഇൻകംപ്ലീറ്റ് ആണ് നടക്കുന്നത്. അവിടെ ലിസൺ എന്താണ്? ഇൻആക്റ്റീവ് ആണ്. ഗുഡ് ലിസണിങ് ഹാബിറ്റ്സ് ആർ എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് പ്രൈമറി സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആക്റ്റീവ് ലിസണിങ് ഇസ് പാർട്ട് ഓഫ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. മീൻസ് ഗുഡ് ലിസണിങ്, നന്നായി ലിസൺ ചെയ്യുന്നത് ഒരു പ്രൈമറി സ്കില്ലാണ്. അതേമാതിരി ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗുഡ് കോൺവെർസേഷന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ലിസണിങ്ങും ഹിയറിങ്ങും ഡിഫറെൻ്റ് ആണ്. ഹിയറിംഗ് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സൗണ്ട് കേൾക്കുന്നതെല്ലാം ഹിയറിങ്ങിൽ പെടും. ലിസണിങ് പറഞ്ഞാൽ ഒരു കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. അതിന് നമ്മൾ അത് നന്നായി കേട്ട് അതിന് റിപ്ലൈ കൊടുത്താൽ മാത്രമാണ് അതൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആയി മാറുള്ളൂ. ഇനി അടുത്തത് നോക്കാം. എഫക്റ്റീവ് ലിസണർ ക്യാൻ ഡു ഇസ് ഇറ്റ് ടു റിസർച്ച്. ഇനി എഫക്റ്റീവ് ലിസണറിന് എന്ത് ചെയ്യാൻ പറ്റും? റിസർച്ച് ചെയ്യാൻ പറ്റും. ടു ബി ആൻ എഫക്റ്റീവ് ലിസണർ അറ്റ് ലെക്ചേഴ്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡേയ്സ് ടോപ്പിക് പ്രീവിയസ്ലി ആൻഡ് ഡു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി. ഇപ്പോൾ ലെക്ചറൊക്കെ കേൾക്കുന്ന നല്ല ലിസണർ ആണെങ്കിൽ നമ്മൾ മുന്നിട്ട ദിവസത്തിൽ എന്താ പഠിച്ചതെന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? ലിസണിങ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഒരു നോട്ട്ബുക്കും പെന്നും ക്യാരി ചെയ്യണം. അവോയ്ഡ് ഓൾ ഡിസ്ട്രാക്ഷൻ ഡ്യൂറിങ് ദ ലെക്ചർ ആൻഡ് ഫോക്കസ് ഓൺ ദ ലെക്ചർ. അപ്പോൾ പുറത്തുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച് ലെക്ചറിനോട് നന്നായി ഓപ്പൺ മൈൻഡഡായി നമ്മൾ കേൾക്കണം എന്നാണ്. അതാണ് ഗുഡ് ലിസണറുടെ ചെയ്യേണ്ടത്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ കോൺവെർസേഷൻ ഐഡൻറ്റിഫൈ യുവർ എഫക്റ്റീവ് ലിസണർ. അതേമാതിരി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്നാൽ മാത്രമേ നമ്മളൊരു എഫക്റ്റീവ് ലിസണറായി മാറുള്ളൂ. എ പാസീവ് ലിസണർ ഈസ് നോട്ട് സമ്മൺസ് അതർ വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ കോൺവേഴ്സിംഗ് വിത്ത് പീപ്പിൾ ഹു ഷോ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കോൺവെർസേഷൻ, മോർ ഹു ഡോണ്ട് റെസ്പോണ്ട് ടു ക്വസ്റ്റൻസ് ഓർ ആർ കോൺസ്റ്റൻ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആർ മോസ്റ്റ്ലി അവോയ്ഡഡ് ബൈ സ്പീക്കേഴ്സ്. ഇനി അതാണ് എഫക്റ്റീവ് ലിസണർ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾ. അതേ തന്നെ ഒരു പാസീവ് ലിസണർ പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നു നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടിട്ട് റിപ്ലൈ തരാതിരിക്കുക, അതേമാതിരി ഡിസ്ട്രാക്റ്റ് ആവുക, അതൊക്കെയാണ് നമ്മൾ പാസീവ് ലിസണർ എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റ് ആക്റ്റീവ് ലിസണിങ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നോക്കാം. ഫസ്റ്റ് വൺ, ദ ലിസണർ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ കോൺവെർസേഷൻ. ലിസണറിന് കോൺവെർസേഷനിൽ ഒരുപാട് ഇൻട്രസ്റ്റ് വേണം. ടോപ്പിക് ഷുഡ് ബി റിലവൻറ്റ് ഫോർ ദ ലിസണർ ആസ് വെൽ. അതേമാതിരി ടോപ്പിക്ക് ലിസണറിന് അറിഞ്ഞിരിക്കണം. ഇനി രണ്ടാമത്തെ, ദ വെർബൽ കമ്പീറ്റൻസ് ഓഫ് ദ സ്പീക്കർ ഇസ് ഇമ്പോർട്ടൻറ്റ്. വെർബൽ മീൻസ് തിരിച്ചു പറയൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഷുഡ് എക്സ്പെർട്ടൈസ് ഇൻ ദയർ യൂസ് ഓഫ് ലാംഗ്വേജ്. അതേമാതിരി ലാംഗ്വേജ് നന്നായി എക്സ്പെർട്ടൈസ് അറിഞ്ഞിരിക്കണം. മീൻസ് നമ്മളിപ്പോൾ പറയാൻ പറ്റുന്ന ലാംഗ്വേജ് അവർക്ക് നന്നായി തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് നല്ല എക്സ്പെർട്ടൈസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുള്ളൂ. അടുത്ത പോയിന്റ് എന്താണ്? ഇൻകംപ്ലീറ്റ് അട്രൻസസ് ഇമ്പാക്ട് ദ എബിലിറ്റി ഓഫ് എ ലിസണർ ടു ഫോളോ ആൻ ആർഗ്യുമെൻറ്റ്. അതേമാതിരി നമ്മൾ പറയുന്നത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ആർഗ്യുമെൻറ്റിനെ വഴിവരുത്താൻ കാരണമുണ്ട്. ഹെസിറ്റേഷൻ ആൻഡ് പോസസ് ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റൻസ് ക്യാൻ ഓൾസോ ഇമ്പാക്ട് ദ ക്വാളിറ്റി ഓഫ് ലിസണിങ്. അതേമാതിരി നമ്മൾ ആവശ്യമില്ലാത്തവിടെയൊക്കെ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ലിസണിങ്ങിന് ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ലിസണേഴ്സ് എബിലിറ്റി ടു ഓവർകം ദ ഡിസ്ട്രാക്ഷൻ ഡിറ്റർമിൻസ് ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ഹി ഓർ ഷീ ക്യാൻ ആക്റ്റീവ്ലി ലിസൺ. അതേമാതിരി നമ്മൾക്കൊരു ടൈമിംഗ് ഉണ്ട്, അത്രയും ടൈമിംഗ് കപ്പാസിറ്റിയിൽ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാവും. ഇനി
Speed of the speech should be moderate. It should not lag or else the listener may get distracted. അതേമാതിരി സ്പീഡ് ഒരുപാട് ഓവർ സ്പീഡായാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവില്ല. അതുകൊണ്ട് ചിലപ്പം ആ ലിസണർ ഡിസ്ട്രാക്റ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അവോയ്ഡ് ജാർഗൺ ആൻഡ് അൺഫെമിലിയർ കൊളോക്കിയൽ എക്സ്പ്രഷൻസ് ദാറ്റ് ആർ നോൺ ബൈ ദ ലിസണർ. അത് ലിസണറെ അറിയാത്ത മാതിരി കൊളോക്കിയൽ എക്സ്പ്രഷൻസ് ഒന്നും ചെയ്യാതിരിക്കുക. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് മിനിമൈസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കൈയും കൊണ്ടുള്ള എക്സ്പ്രഷൻസ് അതൊന്നും അല്ലാതെ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. അസ്യൂമിങ് ദ ലിസണേഴ്സ് പ്രിയർ നോളേജ് ആൻഡ് omitting certain things in the conversation may sometimes lead to miscommunication. Means ആൾക്ക് ലിസണറിന് നമ്മൾ പ്രിയർ നോളേജ് ഇല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റി ഓഫ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ക്യാൻ ഓൾസോ ഇമ്പാക്ട് ദ ക്വാളിറ്റി ഓഫ് എഫക്റ്റീവ് ലിസണിങ്. അതേമാതിരി നമുക്ക് ഒരു കപ്പാസിറ്റിയെ വിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ അതും പ്രശ്നമാവും. ഇനി നെക്സ്റ്റ് കം സ്പീക്കിംഗ്. എന്താണ് സ്പീക്കിംഗ്? English is considered a global communicative language. അല്ലേ? To speak English fluently, both the technical and communication skills are necessary. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ടെക്നിക്കലായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ആവശ്യമുണ്ട്. Our strength as a communicator lies in our ability to speak a language fluently. നമ്മളൊരു ഗുഡ് സ്ട്രെങ്ത് നമ്മൾ എന്താണ്? നമുക്ക് ആ ലാംഗ്വേജ് നന്നായി സംസാരിക്കാൻ പറ്റണം. സ്പീക്കിംഗ് റിക്വയർസ് എ ഡിഫറെൻറ്റ് അപ്രോച്ച് ഫ്രം റൈറ്റിങ്ങിനെ കാട്ടി ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ആണല്ലേ. പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതിന് നല്ലൊരു നന്നായി നമ്മൾ എഫിഷ്യൻ്റ് ആയിരിക്കണം. We can classify the functions of communication into 4 main categories. 4 categories ആയിട്ട് തിരിക്കാൻ പറ്റും functions of communication. എന്തൊക്കെയാണ്? ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, പെർസ്വേസീവ്, ഇൻറ്റിഗ്രേറ്റീവ്. ആദ്യം ഇൻഫോർമേറ്റീവ് എന്താണെന്ന് നോക്കാം. ഇൻഫോർമേറ്റീവ് മീൻസ് ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ്. നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഇൻഫോർമേറ്റീവിൽ പറയുന്നത്. അതേമാതിരി കൺവേയിങ് പേഴ്സണൽ ഇൻഫോർമേഷൻ, നമ്മുടെ ഇൻഫോർമേഷൻ കൺവേ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. റിപ്പോർട്ടിംഗ് ഇവൻറ്റ്സ് ആൻഡ് എക്സ്പ്രസിങ് കമൻറ്റ്സ്. അതേമാതിരി നമ്മൾ തന്നെ ഒരു ഇവൻറ്റ്, ഇപ്പോൾ ന്യൂസ് പേപ്പറിലുള്ള ഇവൻറ്റൊക്കെ അവർ എഴുതുന്നില്ല, അതേമാതിരി നമ്മളൊരു ഇവൻറ്റ് നടന്നു എന്ന് പറയുന്നത്. അതേമാതിരി നമ്മൾ അതിൻ്റെ കമൻറ്റും പറയുക. ഇപ്പോൾ നമ്മൾ നടന്നത് അയ്യോ എന്തൊരു സംഭവമായിരുന്നു അത്, നമ്മളതിങ്ങനെ കമൻറ്റ് ചെയ്യില്ലേ, അത് തന്നെയാണ്. ദെൻ ഒപ്പീനിയൻ ഇൻഫോർമേഷൻ അബൌട്ട് പ്ലേസസ് ആൻഡ് ഓർഗനൈസേഷൻ ഓർ ഡെയിലി റൂട്ടീൻ. അതേമാതിരി നമ്മുടെ ഒപ്പീനിയനും ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഒപ്പീനിയൻ, അതേമാതിരി ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിശദീകരണം എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഇൻഫോർമേറ്റീവ് ആണ്. ഇനി ഇൻസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഗിവിങ് ഇൻസ്ട്രക്ഷൻ, ഗിവിങ് ഡയറക്ഷൻസ്, എക്സ്പ്ലെയിൻ ചെയ്യുക, അതേമാതിരി ഡിസ്ക്രൈബിങ് തിങ്സ്, കമാൻഡ്സ് ആൻഡ് ഓർഡേഴ്സ്. ഇനി പെർസ്വേസീവ് എന്താ പറയുക? പെർസ്വേസീവ് പറഞ്ഞാൽ അഡ്വർടൈസ് ചെയ്യുക, സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, റീസണിങ്, സജഷൻസ്, ഗിവിങ് റീസൺ, കൺവിൻസിങ് പീപ്പിൾസ്. നമ്മൾ അഡ്വർടൈസ് ചെയ്യുക ഒരു കാര്യങ്ങൾ, അതേമാതിരി സാധനങ്ങൾ വിൽക്കുക, അതിനെക്കുറിച്ചുള്ള പറയുക, നമ്മുടെ സജഷൻ പറയുക, അതേമാതിരി ഗിവിങ് റീസൺസ്, എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് നടന്നു എന്ന് പറയുക, അതേമാതിരി ആൾക്കാരെ കൺവിൻസ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റീവ്, മേക്കിംഗ് റിക്വസ്റ്റ്, greeting people, giving advice, making enquiries, expressing sympathy, complimenting, appreciating, encouraging. റിക്വസ്റ്റ് ചെയ്യുക, അതേമാതിരി ഒരാളെ ഇപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് അതൊക്കെ പറയുക, അതേമാതിരി അഡ്വൈസ് കൊടുക്കുക, അതേമാതിരി എൻക്വയറി എവിടെയാണത് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ല, അതേമാതിരി സിമ്പത്തി, ഇപ്പോൾ ഒരാൾക്ക് സങ്കടപ്പെടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സിമ്പത്തി പറയുക, അതേമാതിരി കോംപ്ലിമെൻറ്റ് ചെയ്യുക, നല്ല ഗുഡ്, നിങ്ങൾ ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു, അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുക, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയുന്നത്, എൻകറേജ് ചെയ്യുക, അവർ ഇനിയും ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അവർക്ക് ഒരു പ്രൈസ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ നന്നായി ചെയ്യണം കേട്ടോ, അങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്യില്ല, അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് കംസ് സ്പീക്കിംഗ് സ്കിൽ ആസ് എ പ്രൈമറി സ്കിൽ വൺ നീഡ്സ് ടു അക്വയർ. യു ലേൺ ടു നമ്മൾ ഇനിയാണ് സ്പീക്കിംഗ് സ്കിൽസിലേക്ക് വരുന്നത് കേട്ടോ. സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ് കൺസിഡേർഡ് ആസ് എ സ്പീക്കിംഗ് സ്കിൽ ആസ് എ പ്രൈമറി സ്കിൽ വൺ നീഡ്സ് ടു അക്വയർ. സ്പീക്കിംഗ് സ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി നീഡാണ്, എല്ലാവർക്കും അത് വേണം അല്ലേ. നമ്മൾ സ്പീക്ക് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സ്പീക്കിംഗ് 2 തരമാവാം, ഒന്ന് ഫോർമൽ ആവാം, ഒന്ന് ഇൻഫോർമൽ ആവാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ എന്ത് വേണം? സ്പീക്കിംഗ് വേണം അല്ലേ. ഓക്കെ, ദർ ആർ ഫ്യൂ തിങ്സ് യു ക്യാൻ ഡെവലപ്പ്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് എന്തൊക്കെ തിങ്സ് വേണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ? അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ആൻഡ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അതേമാതിരി നമ്മുടെ നീഡ് മനസ്സിലാക്കുക. ബീയിങ് വെൽ ബിഗിനേഴ്സ് ഹാഫ് ഡൺ. പിന്നെ
സ്വിച്ച് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അനുസരിച്ച് നമ്മൾ ഏതാണോ അനുസരിച്ച് അത് മാറുക. ബി സ്പോണ്ടേനിയസ്, പെട്ടെന്ന് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റണം. ലിസൺ ആൻഡ് സ്പീക്ക് ടു റെസ്പോണ്ട് ടു ഫീഡ്ബാക്ക്. ആരെങ്കിലും നമുക്കൊരു ഫീഡ്ബാക്ക് വന്നാൽ ഇനി അത് ലിസൺ ചെയ്ത് മനസ്സിലാക്കി അതിനെ റെസ്പോണ്ട് ചെയ്യണം. എൻഡ് കോൺവെർസേഷൻ നീറ്റ്ലി ആൻഡ് വിത്ത് ഗ്രേസ്. അതേമാതിരി ഒരു കോൺവെർസേഷൻ പെട്ടെന്ന് അങ്ങോട്ട് നിർത്താൻ പാടില്ല. ഒരു രീതിയിൽ വന്ന് കാര്യങ്ങൾ ഒരു സമ്മപ്പ് ചെയ്തിട്ട് വേണം നിർത്താൻ. ഓക്കെ, നെക്സ്റ്റ് ദ കോൺവേഴ്സേഷൻ. അവിടെ രണ്ട് കോൺവേഴ്സേഷൻ കൊടുത്തിട്ടുണ്ട്. ബിറ്റ്വീൻ ടു ഫ്രണ്ട്സും കൊടുത്തിട്ടുണ്ട്, ഫോർമലും ഇൻഫോർമലും കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ ഫ്രണ്ട്സ് നമുക്കറിയാം, ഫ്രണ്ട്സ് ഇൻ കോൺവേഴ്സേഷൻ ഇൻഫോർമലാണ്, ഓഫീസ് കോൺവേഴ്സേഷൻ ഫോർമലാണ്. ദ സല്യൂട്ടേഷൻ ഇൻ ബോത്ത് കോൺവേഴ്സേഷൻ ഹെൽപ്പ് യു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് ഫോർമൽ ഓർ ഇൻഫോർമൽ. അതേമാതിരി നമ്മൾ ഇപ്പോൾ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കുമോ? അല്ല, നമുക്ക് ഹേ വാട്ട്സ്ആപ്പ് അല്ലെങ്കിൽ ഹായ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സല്യൂട്ടേഷൻ കണ്ടാലേ നമുക്ക് മനസ്സിലാവും എന്താണ് അത് ഫോർമലാണോ ഇൻഫോർമലാണോ എന്ന്. ദ ഫസ്റ്റ് തിങ് ടു ഡു വെൻ യു മീറ്റ് സംവൺ ഇസ് ഗ്രീറ്റ് ദം പൊളൈറ്റ്ലി. അതേമാതിരി അത് നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടാലും പോട്ടെ, എല്ലാ ഫോർമലായിട്ട് ആൾക്കാരെ കാണാലും, പക്ഷെ നമ്മൾ അവരെ കാണുമ്പോൾ ഒരു ഗ്രീറ്റ് ആയിട്ട് ഒരു പൊളൈറ്റായിട്ട് ഹായ്ന്നോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗോ എന്നൊക്കെ വിഷ് ചെയ്യണം. ദറ്റ് വിൽ ഹെൽപ്പ് യു ഫങ്ഷണൽ ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതയാണ്. ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയ ടു ഫോളോ വൈൽ യു ഗ്രീറ്റ് ദം ബേസ്ഡ് ഓൺ. അപ്പോൾ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട് എങ്ങനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യാമെന്ന്. ദ ടൈം യു ആർ മീറ്റിംഗ് ദ പേഴ്സൺ, ഏത് ടൈമാണോ ആ പേഴ്സണെ കാണുന്നത് അത്. ദ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഴ്സൺ ഹൂം യു ആർ മീറ്റിംഗ്, ആ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കാണുന്നത് നിങ്ങളുടെ ടീച്ചറാണെങ്കിൽ ആ ഒരു രീതിയിൽ, കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ ആ ഒരു രീതിയിൽ. ദ ഒക്കേഷൻ വെൻ യു ആർ മീറ്റിംഗ് ദ പേഴ്സൺ, അതേമാതിരി ഏത് ഒക്കേഷനിലാണ്, നിങ്ങളിപ്പോൾ ഒരു സാഡ് ഒക്കേഷനാണെങ്കിൽ അത് രീതിയിൽ പെരുമാറണം, ഒരു നല്ല ഹാപ്പി ഒക്കേഷൻ ആണെങ്കിൽ ആ ഒരു രീതിയിൽ പെരുമാറണം. വെദർ ഇറ്റ് ഈസ് എ ഫോർമൽ ഓർ ഇൻഫോർമൽ സിറ്റുവേഷൻ, അതേമാതിരി ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ. Okay, here are some useful phrases for formal and informal communication. Formal and informal communication phrases നോക്കാം. Let's see that in next voice. Okay, thank you.